കോഴിക്കോട് പന്തലായിനിയിൽ ഗൃഹനാഥനെ വീട് കയറി ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ CPM ശ്രമിക്കുന്നുവെന്ന് BJP. ആക്രമിക്കപ്പെട്ട ഉണ്ണികൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയതായി കള്ളപ്പരാതി നൽകിയത് അതിന്റെ ഭാഗമാണെന്ന് BJP ആരോപിച്ചു. അതേസമയം ഉണ്ണികൃഷ്ണന്റെ വീട് കയറി ആക്രമണം നടത്തിയ DYFI പ്രവർത്തകരെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഉണ്ണികൃഷ്ണനെയും കുടുംബത്തെയും മൂന്നംഗ സംഘം ആക്രമിച്ചത്. പന്തലായനി വെള്ളിയാട്ട് ഉണ്ണികൃഷ്ണൻ, ഭാര്യ ദീപ, മകൻ നവനീത്, മകൾ കൃഷ്ണേന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. വീടിന് സമീപത്തുള്ള പഴയ കെട്ടിടത്തിലെ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. 3 പ്രതികളുള്ള കേസിൽ അക്ലാരി, അമർനാഥ് മാത്രമാണ് പിടിയിലായത്. മറ്റു 2 പേരെ CPM സംരക്ഷിക്കുകയാണ് എന്നും ആരോപണമുണ്ട്. DYFI പ്രവർത്തകരായ അരുൺ, അജീഷ് എന്നിവരാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. ഇവർക്കെതിരെ കേസ് കൊടുത്തതിനാൽ ഉണ്ണികൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയതായി കള്ളപ്പരാതി നൽകുകയായിരുന്നുവെന്നും BJP പറഞ്ഞു. ഇപ്പോൾ DYFIയുടെയും പാർട്ടി സംവിധാനം, CPMന്റെ പാർട്ടി സംവിധാനങ്ങൾ അവർ ഈ കുടുംബത്തിനെതിരെ വ്യാജമായിട്ടുള്ള പരാതി നൽകുകയും ഇവർക്കെതിരെ SC/ST ആക്ട് പ്രകാരമുള്ള ഒരു പുതിയ കേസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കൊയിലാണ്ടിയിൽ ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അതിന് സംവിധാനം ഒരുക്കി കൊടുക്കുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ദീപയുടെ പരാതി പ്രകാരമാണ് വീട് കയറി ആക്രമിച്ചതിന് പോലീസ് കേസെടുത്തത്. അതേസമയം ഉണ്ണികൃഷ്ണനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. ജനം, കോഴിക്കോട്.